PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ളൊരു ഭാഗമാണ് എന്താണ് സാമൂഹ്യ പദ്ധതികൾ. കേരള സർക്കാരിന്റെ ചില പദ്ധതികളെ കുറിച്ച്, പ്രത്യേകിച്ച് കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയിട്ടുള്ള പദ്ധതികളെ കുറിച്ചെല്ലാം, ആരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ട് തീർച്ചയായിട്ടും ഇത് പഠിച്ചിരിക്കണം. ഇത് പഠിക്കാതെ LDSC LGS എക്സാമുകൾക്ക് പോകരുത്. വളരെ പ്രധാനപ്പെട്ട അത്തരം ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് മനസ്സിലാക്കാം. ഇതിപ്പോ തന്നെ പഠിച്ചു പോകണം, നിർബന്ധമായിട്ടും പഠിച്ചു പോകണം. അഗതി പുനരധിവാസത്തിനായി ദാരിദ്ര്യ നിർമ്മാർജ്ജന വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ആശ്രയ. എന്താണ്? ആശ്രയ. അഗതി പുനരധിവാസത്തിനായിട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജന വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ആശ്രയ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ലഭിക്കുന്നതിനായിട്ട് കേരള സർക്കാരിന്റെ പദ്ധതി എന്താണ്? കേരള സർക്കാരിന്റെ പദ്ധതി ആരോഗ്യകിരണം. എന്താണ്? ആരോഗ്യകിരണം. കഴിഞ്ഞ LDC തൃശ്ശൂർ നടന്ന LDC എക്സാം അതിന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. ആരോഗ്യകിരണം 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ്. അത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ് വന്നത്. ഇതിപ്പോൾ നമ്മൾ വൺ വേർഡ് രൂപത്തിൽ പഠിച്ചോളൂ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നതിന് കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ആരോഗ്യകിരണം. ഇനി ശയ്യാവലംബരായിട്ടുള്ള രോഗികളെ പരിചരിക്കുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി അതേതാണ്? ആശ്വാസകിരണമാണ്. ആശ്വാസകിരണം. സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹ്യ ശാക്തീകരണവും ഉറപ്പുവരുത്താൻ ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി അതാണ് സീതാലയം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സീതാലയം. കോളേജ് വിദ്യാർത്ഥികളുടെ നൈപുണ്യശേഷി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി അത് യെസ് കേരള. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് സംസ്ഥാന സാക്ഷരതാ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതി അതുല്യമാണ്. അതുല്യം പദ്ധതിയാണ്. സ്ത്രീ സുരക്ഷ ലക്ഷ്യമിട്ടിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി നിർഭയ. നിർഭയ പദ്ധതി. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ആയുർദളം. ആയുർദളം. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ട് കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതിയാണ് ആയുർദളം. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ചൊരു പദ്ധതി ഉണ്ട്. ബാലമുകുളം. ബാലമുകുളം. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച അല്ലെങ്കിൽ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ബാലമുകുളം എന്ന് പറയുന്നത്. നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന താമസക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന ആളുകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഉഷസ്. ഉഷസ്. ഇത്രയും 10 ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നിർബന്ധമായിട്ടും പഠിക്കുക ഈ 10. ഒരുപാട് പദ്ധതികളുണ്ട്. ആ പദ്ധതികളെ പറ്റി ഇനിയും വരും ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. PSCക്ക് ഇന്നതെന്നില്ല, ഏത് വേണമെങ്കിലും ചോദിക്കാം. മറ്റുള്ള പരീക്ഷകളിൽ നിന്നും PSC എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. മത്സര പരീക്ഷയാണല്ലോ. നമ്മൾ ഇന്നത് മാത്രം വരികയുള്ളൂ. സിലബസിൽ ഇന്നതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ പറ്റില്ല. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ജനറൽ നോളജിൽ ഏതാണ് അറിയേണ്ടാത്തതായിട്ടുള്ളത്? എല്ലാം അറിയണമല്ലോ. എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. നമ്മുടെ ചുറ്റും സമൂഹത്തിലും ജില്ലാതലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും രാജ്യതലത്തിലാണെങ്കിലും ലോകതലത്തിലാണെങ്കിലും നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്.